ഇറാൻ അമേരിക്ക വെള്ളിയാഴ്ച നടത്താനിരുന്ന മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വേറെ ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും പറയാനുണ്ടായിരുന്നില്ല. സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ ഒരു മീറ്റിംഗ് തുർക്കിയിൽ വെച്ച് നടക്കും എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ടർക്കിയിൽ നിന്ന് അത് ഇപ്പം ഒമാനിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അത് അമേരിക്ക അപ്രൂവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ന്യൂസുകളാണ് നമ്മൾ വൈകിട്ടൊക്കെ കേട്ടത്. ഇപ്പം കുറച്ച് മുമ്പാണ് ഇങ്ങനെ ന്യൂസ് വന്നിട്ടുള്ളത്. ആ ഒരു മീറ്റിംഗ് കൊളാപ്സ് ആയിട്ടുണ്ട്. അതിനുള്ള റീസൺ പറഞ്ഞിട്ടുള്ളത് IRGC അല്ലെങ്കിൽ ടെഹ്റാൻ, അതായത് ഇറാൻ പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള പല ധാരണകളും അമേരിക്ക അത് അപ്രൂവ് ചെയ്യില്ല, അതുകൊണ്ട് ഈ മീറ്റിംഗ് ക്യാൻസൽ ആവുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കുറേ എന്താ പറയുക ആക്സിഡൻറ്റ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം റോയൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലും അങ്ങനെ കുറേ ചാനലുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ചാനലുകളെ വന്നിട്ടുള്ളൂ. നോർമൽ നമ്മുടെ നാട്ടിലെ മീഡിയ ഒന്നിലൊന്നും വന്നിട്ടില്ല ഈ ഒരു അപ്ഡേറ്റ്. പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മളത് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. I think it's pretty clear right now. President Trump is willing to talk to and meet with and engage with anyone in the world. I mean, that we don't view meetings as a concession. We don't view meetings as even legitimization. It is our willingness to sit and listen and talk to anyone, any adversary, any ally, obviously, but anyone around the world. And so the president's always been open to that. He showed that in the first administration, and he's showing it again now. And so I think if there's an opportunity to engage directly with counterparts in the Iranian regime, the United States would be open to that, and that's what we're open to. We thought we had an established forum that had been agreed to in Turkey. It was put together by a number of partners who wanted to attend and be a part of it. I saw conflicting reports yesterday from the Iranian side saying that they had not agreed to that. So that's still being worked through. At the end of the day, the United States is prepared to engage and has always been prepared to engage with Iran. As far as the topic of those discussions and what the agenda needs to be, look, I think in order for talks to actually lead to something meaningful, they will have to include certain things. And that includes the range of their ballistic missiles. That includes their sponsorship of terrorist organizations across the region. That includes the nuclear program, and that includes the treatment of their own people. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ അത് ചെയ്തിട്ട് വീഡിയോ കാണുക. കുറച്ചുകൂടെ ഒക്കെ റീച്ചിലോട്ട് നമ്മുടെ ചാനലും വീഡിയോയൊക്കെ എത്തട്ടെ. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകളിലെ വിള്ളലുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒമാനിൽ വെച്ച് നടക്കാനിരുന്ന ആണവ ചർച്ച വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, കാരണം അമേരിക്ക മുമ്പോട്ട് വെച്ചിരുന്ന 4 കാര്യങ്ങളുണ്ടായിട്ടും, അതായത് ഒന്ന് ഇറാൻ്റെ ആണവോർജ പദ്ധതികളെ പറ്റിയുള്ള കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ഡീറ്റെയിൽസ് അമേരിക്കയ്ക്ക് കൈമാറണം. രണ്ടാമതായിട്ട് അവർ പറഞ്ഞിരുന്നത് റെജീം ചേഞ്ചിനെ പറ്റി, അതല്ലെങ്കിൽ ഇറാനിലെ സാധാരണ ജനങ്ങൾ അവിടുത്തെ ഭരണത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേണം. മൂന്നാമതായിട്ട് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇവരെ ഇല്ലാണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ധാരണകൾ ഇറാൻ പിന്നിട്ട് നിൽക്കണം. നാലാമതായിട്ട് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളതായിരുന്നു ഇറാൻ്റെ ആണവോർജം മാത്രമല്ല, അതുപോലെ തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിലും അമേരിക്ക ഇടപെടും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 4 കാര്യങ്ങളായിരുന്നു അമേരിക്ക മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം, അതായത് ഇപ്പം ഈ യുദ്ധം എന്തും പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇറാൻ്റെ ആണവോർജം അല്ലെങ്കിൽ ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇസ്രായേലിനെ പോലെ, അതായത് ഒരു ഇൻ്റർനാഷണൽ അറ്റോമിക് കമ്മീഷനിലും സൈൻ ചെയ്യാത്ത ഇസ്രായേലിന് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആവാമെങ്കിൽ അതിൻ്റെ ആർക്കും ഉപയോഗം അല്ലെങ്കിൽ ആർക്കും ഉപകാരപ്പെടുന്ന, അതായത് ഞങ്ങളുടെ മറ്റ് ഊർജ ഉൽപാദനത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഈ 400 കിലോഗ്രാം യുറേനിയം എന്ന് പറഞ്ഞത്. അതല്ലാണ്ട് ഞങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് തരാം എന്നായിരുന്നു ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഇത്. പക്ഷെ അമേരിക്ക ഇത്രയും കാര്യം, അത് ഇറാൻ്റെ ഒരു പരമോന്നത അധികാരത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്കക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, അമേരിക്കനോട് പറയണമല്ല, അമേരിക്ക ഓഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരാണത് കേൾക്കുക? അത് ഇറാൻ സമ്മതിച്ചു തരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പോരാത്തതിന് ഇന്ന് സ്റ്റീവ് ഡിക്കോഫ് ഇവിടെ വന്നിട്ട്, അതായത് ഇസ്രായേലിയൻ പ്രധാനമന്ത്രിനെ കണ്ടപ്പോൾ, നെതന്യാഹുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? അതായത് ആണവോർജം മാത്രമല്ല, അവരുടെ ബാലിസ്റ്റിക് മിസൈലും കൂടെ ഞങ്ങൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ മുട്ട് പൊട്ടും എന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ തെളിയിച്ചാണ്, നമുക്ക് പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും കൂടെ നിങ്ങൾ അതും കൂടെ പറഞ്ഞു, അതും കൂടെ അവന്മാരെ കൊണ്ട് ഒന്ന് ഒഴിവാക്കി തരണേന്ന് ആണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു എന്താ പറയുക ഒരു ആവശ്യം. ഞാൻ ആലോചിച്ച് നോക്ക് എൻ്റെ പൊന്ന് സംഖ്യകളെ, അല്ലെ എൻ്റെ പൊന്ന് തീവ്ര വലതുപക്ഷ ചെറ്റകളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും മൂപ്പ് കുത്തി മൂർപ്പിച്ച് നടക്കുന്ന നെതന്യാഹുവിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും പേടി, ഇറാൻ അത്രയ്ക്ക് പേടിയാണ്.
ഇറാൻ ആണവോർജ്ജം മാത്രമല്ല, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽസ് വരെ പേടിച്ച് നടക്കുന്ന ഒരു പേടിത്തുറയായിട്ടുള്ള നെതന്യാഹു ട്രംപിനോട് പ്ലീസ് അതും കൂടെ നിങ്ങൾ ഇതിലോട്ട് ഉൾപ്പെടുത്തണം, അതും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചർച്ചയ്ക്ക് പൊക്കോല്ല, അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്തോ, വേഗം പെട്ടെന്ന് അവന്മാർ അടിച്ചേക്ക്. അത്രക്ക് പേടിത്തൂറിയനായിട്ടുള്ള ഒരു പിശാച് മാത്രമാണ്. അത് ആയുധമില്ലാത്ത ഗസ പോലത്തെ ഒരു സ്ഥലത്ത്, പലസ്തീൻ പോലത്തെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ യമൻ പോലെ സിറിയ പോലത്തെ സ്ഥലത്ത് വന്ന് ബോംബിട്ട് വലിയ ആളായിട്ട് നടക്കാന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ ഒരു പോരാളി വന്നു കഴിഞ്ഞാൽ ഇവൻ തൂറും, അവനിട്ട ട്രൗസറിൽ അവൻ തൂറിയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ അമേരിക്ക ഇസ്രായേൽ മീറ്റിങ്ങിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആവശ്യം കൂടെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇറാനുമായിട്ടുള്ള ചർച്ച. As far as the president's views on the way protesters were treated, he was very clear about it. And as you saw, part of what the president said publicly prevented mass executions that were being planned and we're on the precipice of. And obviously beyond that, the president retains a number of options to how he responds to that and future events. But as far as the talks are concerned, I think the Iranians had agreed to a certain format. For whatever reason it's changed in their system or what have you, we'll see if we can get back to the right place. But the United States is prepared to meet with them. I think it was scheduled for Friday. Steve is ready to go. He'll be prepared for that. If the Iranians want to meet, we're ready. They've expressed an interest in meeting and talking. If they change their mind, we're fine with that too. We prefer to meet and talk. I'm not sure you can reach a deal with these guys, but we're going to try to find out. We don't see there's any harm in trying to figure out there's something that can be done. This is a president that always prefers a peaceful outcome to any conflict or any challenge. അപ്പോൾ ഇതിൽ ഉറപ്പാണ് ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഇറാൻ വലിയ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. റെജീം ചേഞ്ചിന്റെ കാര്യത്തിൽ ഇറാൻ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടാക്കണോ വേണ്ടെന്ന് ഇറാൻ തീരുമാനിക്കും. അത് അമേരിക്കയും ഇസ്രായേലും എല്ലാം തീരുമാനിക്കാം. പിന്നെ അവിടുത്തെ അവിടുത്തെ ഈ പ്രക്ഷോഭകരെ കൊല്ലുക അല്ലെങ്കിൽ അവരുടെ വധശിക്ഷയുടെ കാര്യം അത് ചിലപ്പോൾ ഇറാൻ കൺസിഡർ ചെയ്യുമായിരിക്കും, അവർ ജയിലിലടയ്ക്കുമായിരിക്കും. പിന്നെ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്തോ ഞങ്ങൾ പറയും, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റിപ്പോർട്ട് തരാൻ ഇറാന് പറ്റില്ല. ഇതാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാണ്, വാഷിങ്ടണിന് ക്യാൻസൽ ചെയ്യുകയാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈനിക വിന്യാസം നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ഇന്നലെ രാത്രി ഇതേപോലെ ന്യൂസ് ഇട്ടിരുന്നു, ഇറാൻ്റെ ഡ്രോണ് അമേരിക്ക വെടിവെച്ച് വീഴ്ത്തിയ കാര്യം. അപ്പോൾ USS എബ്രഹാമിൻ്റെ കപ്പൽ ഇറാൻ്റെ തീരത്ത് നിന്ന് അല്ലെങ്കിൽ ഇറാൻ്റെ അടുത്തുനിന്ന് 500 മൈൽ ദൂരത്ത് നിന്ന് മാറിയിട്ട് ഇപ്പുറത്ത് യമൻ്റെ തീരത്തോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഇട്ടിരുന്ന സത്യമാണ്. ഒന്നാമത് കാരണം ഇന്ന് ഇറാൻ അതായത് ഇവരുടെ കപ്പലുകളെ മൊത്തം വീക്ഷിച്ചുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ഇറാൻ്റെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ കപ്പൽ മാറിയിട്ട് ഏകദേശം 1500ഓളം മൈൽ അപ്പുറത്തോട്ട് മാറിയിട്ട് യമൻ തീരത്തോട്ട് മാറിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മീറ്റിംഗ് നടക്കും അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് തിരിച്ചു പോരാ എന്നുള്ള വിചാരം കൊണ്ട്, അതല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽസ് അടിക്കും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് മിസൈൽ പരിയിൽ നിന്ന് മാറുന്നത് അവിടെ നടന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഏത് തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യുക, ചിലപ്പോൾ യുദ്ധത്തിലോട്ട് പോകുക എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് എല്ലാവരും ഓക്കെ നടക്കും എന്നുള്ളൊരു ധാരണ എല്ലാവരുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനി ഒരു ചർച്ചയിലോട്ട് പോവും എന്നുള്ളത് അറിയില്ല. ഇനി വീണ്ടും നാളത്തേക്ക് മറ്റ് ചില ഡിസ്കഷൻസും കാര്യങ്ങളും വന്നു അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് ന്യൂസ് വെച്ചിട്ട് ഇറാൻ്റെ ചർച്ച ഇന്ന് ഇറാൻ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാനല്ല അമേരിക്ക മാറിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഡിമാൻഡ് ഇറാൻ ഓക്കെ അല്ല എന്ന് ഇറാൻ ആദ്യം പറഞ്ഞു, ഇറാൻ്റെ ഡിമാൻഡുകൾ അമേരിക്ക ഓക്കെ അല്ല. അപ്പോൾ പിന്നെ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത അധികാരത്തിലോട്ട് കയറി വന്ന അമേരിക്ക അവർക്ക് വേണം എല്ലാം, അല്ലെങ്കിൽ അവർ ഇസ്രായേലിനെ പേടിച്ചിട്ട് ഇസ്രായേലിന് എന്തും ചെയ്യാം, അമേരിക്കക്ക് അല്ലെങ്കിൽ ഇറാനും ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽ നിന്നോ നടന്നോ ഓടിയൊക്കെ മുള്ളിക്കൊണ്ടിരുന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള രാജ്യങ്ങൾ ചിന്തിക്കാൻ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റിയത് വരില്ല. ഇപ്പം നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ ഇപ്പം ട്രംപ് പറയുകയാണ് ഇതാണ് ഇവിടെ അങ്ങോട്ട് വരാൻ നമ്മുടെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിജി പറയും ഓംബ്ര എന്ന് പറയും. അതല്ല ഞങ്ങൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് അയക്കും ഓംബ്ര എന്ന് പറയും. നിങ്ങൾ ഇങ്ങോട്ട് 18 അയക്കണം ഓംബ്ര, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണം ചെയ്താൽ അമ്പ്ര, ഞാൻ ഓക്കെയാണ് അമ്പ്ര, നിങ്ങൾ എപ്സ്റ്റീൻ ഫയൽ പുറത്ത് വിടരുത്, അതാതിനെ പിടിക്കാൻ പാടില്ല, എൻ്റെ പേരിൽ ഞാൻ അവിടെ വന്ന് കുറച്ചുകൂടെ ഫോട്ടോഷൂട്ട് അത് ചെയ്യാം, സമ്മതിക്കണം എന്ന് പറയുമ്പോഴേക്കും അതെല്ലാം കേൾക്കുന്ന അമ്പ്രമാരുള്ള രാജ്യമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം നടന്ന പോലെ നടക്കും. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റും എടുത്ത് അതിന് തൊപ്പിവിട്ട് അല്ലെങ്കിൽ ഷോളും പതിച്ച് ആ ഫോട്ടോയും എടുത്തിട്ട് സംഘി കുഞ്ഞുങ്ങളുടെ ചാനലിൽ പരത്തും ചെയ്യും. അതുപോലെയല്ല ഇറാൻ എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. ഏതായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്കറിയാം. യുദ്ധം ഇല്ലാണ്ടിരിക്കട്ടെ, ചർച്ച നടക്കട്ടെ, അതിൽ എല്ലാവരുടെയും അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ടുള്ള ചർച്ച തന്നെ ആവട്ടെ എന്ന് നമുക്ക്
നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ പറ്റുള്ളൂ നമുക്ക് കാര്യത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യാട്ടോ. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടറിയോ, അത് പറയുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുമ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാരുടെ അടുത്തോട്ട് റീച്ച് പോകുന്നുണ്ട്. അത് പച്ചക്ക് പറയില്ല, ഉള്ളതുള്ള പോലെ പറയില്ല. എന്തിനാ ഇപ്പം ഞാൻ ജാട പിടിക്കും, നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെയല്ല, നിങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളിതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ ഞാനൊന്നുമല്ല, ഈ ഒരു ചാനലൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഇതിൽ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും വരാം.